ഇതൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ. ആന പോകുന്ന വഴിയാണ് തോന്നുന്നു കേട്ടോ. ആനപ്പിണ്ടമൊക്കെ കാണുന്നുണ്ട്. ഒരു അടിപൊളി വ്യൂ നോക്കി, ഫുള്ള് കോടയിൽ നമ്മൾ ആ കാണുന്ന മലയില്ലേ, ആ മലയുടെ മുകളിൽ നിന്നും കുറേ ആൾക്കാർ വരുന്നതെന്ന് കേട്ടോ. അവർ തേനി ഭാഗത്തു നിന്ന് വരുന്നവരാണെന്നാണ് തോന്നുന്നത്. ആ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ നമുക്കൊരു 7 കിലോമീറ്റർ നടന്നാൽ മതി. ഇത് പഴയൊരു ക്ഷേത്രമാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്ന കാഴ്ചയാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര ഇടുക്കി ജില്ലയിലെ കുമളിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന മംഗളാദേവി അല്ലെങ്കിൽ കണ്ണകി ദേവി ടെമ്പിളിലേക്കാണ്. ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ക്ഷേത്രം വർഷത്തിലൊരിക്കൽ ഏപ്രിൽ മാസത്തിൽ 10 ചിത്ര പൗർണമി നാളിൽ മാത്രമാണ് ഈ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുക. കേരള തമിഴ്നാട് അതിർത്തിയിൽ പെരിയാർ ടൈഗർ റിസർവിനകത്തായിട്ട് ഏകദേശം 1000 വർഷം പഴക്കമുണ്ട് മംഗളാദേവി ക്ഷേത്രത്തിന്. നമ്മൾ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞു. ഇതാ നമ്മളിങ്ങനെ മുമ്പോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാണാം കേട്ടോ, ജീപ്പുകൾക്കുള്ള പാസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ ഭാഗത്ത് നോക്കാൻ പോയിട്ട് കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ കേട്ടിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ഭഗവതിയുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ കണ്ണകി മതിലിൽ നിന്നും ആദ്യം എത്തിയത് ഇവിടെയാണെന്നും കണ്ണകിക്കായി ആദ്യ ക്ഷേത്രം നിർമ്മിച്ചത് ഈ മലമുകളിലാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇന്ന് പെരിയാർ ടൈഗർ റിസർവ് നല്ല കോടയാണ് കേട്ടോ. രാവിലെ 6 മണി ആയതേ ഉള്ളൂ. 6 മണിക്ക് ഇപ്പോൾ ജസ്റ്റ് അലൗഡ് ചെയ്തതേ ഉള്ളൂ ആൾക്കാരെ കേട്ടോ. ആൾക്കാരൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ കുമളിയിൽ നിന്നും 14 കിലോമീറ്റർ ദൂരത്തിൽ കൊടും വനത്തിലൂടെ യാത്ര ചെയ്ത് വേണം മംഗളാദേവി ക്ഷേത്രത്തിലെത്താൻ. ഓഫ് റോഡ് ജീപ്പുകൾക്ക് മാത്രമാണ് ഈ ദുർഘട പാതയിലൂടെ കടന്നു പോകാൻ സാധിക്കുക. ഒന്നുകിൽ ജീപ്പ് അല്ലെങ്കിൽ നടന്നു വേണം മലമുകളിലേക്ക് എത്താനായിട്ട്. തമിഴ്നാട്ടിലെ കമ്പം താഴ്വരയ്ക്ക് അഭിമുഖമായ ആന, കടുവ, കാട്ടുപോത്ത്, മാന് എന്നിവയെല്ലാം ഉള്ള മലമുകളിലാണ് ഈ ക്ഷേത്രം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4000 അടി ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് എത്താൻ നമുക്ക് 2 വഴികളാണുള്ളത്. ഒന്ന് കുമളിയിൽ നിന്നും പാസ് എടുത്ത് ടാക്സി ജീപ്പുകളിലോ അല്ലെങ്കിൽ തേനി ജില്ലയിലെ ലോവർ ക്യാമ്പിന് സമീപത്തുള്ള പഴയകുടിയിൽ നിന്നും 7 കിലോമീറ്റർ നടന്നു വേണം നമുക്കിവിടെ എത്താനായിട്ട്. ചിത്ര പൗർണമി ദിവസം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് പ്രവേശന സമയം. കുമളിയിൽ വന്നാൽ 14 കിലോമീറ്റർ നമുക്ക് നടന്നു കയറാം, അല്ലെങ്കിൽ ടാക്സി ജീപ്പുകളെ ആശ്രയിക്കാം. കൂടുതൽ വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളത് കുമളിയിൽ നിന്നും മാത്രമാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് കൂടുതലായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അവർ കൂടുതലും 7 ദിവസം 21 ദിവസം അങ്ങനെ വ്രതമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വരുന്നത്. എന്നാൽ കേരളത്തിൽ നിന്ന് വരുന്ന മിക്കവരും സഞ്ചാരികളാണ്. മിക്കവരും പെരിയാർ ടൈഗർ റിസർവിനകത്തൂടെ ഒരു ട്രക്കിംഗ് പാക്കേജ് എടുക്കാതെ ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ഒരു അവസരം എന്ന രീതിയിലാണ് ഇതിനകത്തേക്ക് വരുന്നത്. വർഷത്തിൽ 1 ദിവസം മാത്രമാണ് നമുക്ക് ഈ ചാൻസ് ലഭിക്കുന്നത്. അതും ഒരു പാക്കേജ് എടുക്കാതെ ഫ്രീ ആയിട്ട് പെരിയാർ ടൈഗർ റിസർവിൻ്റെ വനമേഖലയിലൂടെ വനത്തിൻ്റെ കാഴ്ചകളും കണ്ട് 14 കിലോമീറ്ററോളം നമുക്ക് ഇങ്ങനെ കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് നടക്കാൻ പറ്റുന്നത്. ഇതുവഴി ഒരു കട്ട് റൂട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് റൂട്ട് ഇതാ ഇവിടെ നിന്ന് പോകുന്ന ഒരു 1/2 കിലോമീറ്റർ നമുക്ക് ലാഭിക്കാൻ പറ്റും. കൂടുതൽ ആളുകൾ ഇതിൽ കൂടെ പോകുന്നത്. കുമളിയിൽ നിന്ന് ഒരുപാട് ഓഫ് റോഡ് ജീപ്പുകൾ മലമുകളിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഒരാൾക്ക് 150 രൂപയാണ് കേട്ടോ ചാർജ്. വൺ സൈഡിൻ്റെ റേറ്റാണ് 150 രൂപ എന്ന് പറയുന്നത്. ഒരു ദിവസത്തേക്കാണെങ്കിലും വനം പബ്ലിക്കിനായി തുറന്നു കൊടുത്താൽ എന്താവും അവസ്ഥ എന്ന് ഫോറസ്റ്റ് ഓഫീസേഴ്സിന് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ഇത്ര കർശന പരിശോധന നടത്തുന്നത്. ക്യാമറ, പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ ഇതിനകത്തേക്ക് അലൗഡ് അല്ല. ആയിരക്കണക്കിന് ആളുകളെ ഈ ഫോറസ്റ്റിനകത്തേക്ക് കടത്തിവിടുന്നതിനായിട്ട് 1 മാസം മുന്നേ തന്നെ ഇതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തണം. വന്യമൃഗങ്ങൾ ധാരാളമുള്ള മേഖല ആയതുകൊണ്ട് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഇവയെല്ലാം സഞ്ചാരപാതയിൽ നിന്ന് അകറ്റുകയും വേണം. കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും ചേർന്ന് നടത്തുന്ന ആഘോഷമാണ് ഇത്. വനമേഖലയിലാണ് ഈ ആഘോഷം നടക്കുന്നതിനാൽ സൗണ്ട് സിസ്റ്റം ഒന്നും കൂടാതെയുള്ള വളരെ ലളിതമായ ആഘോഷങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇതൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ. ആന പോകുന്ന വഴിയാണ് തോന്നുന്നു കേട്ടോ. ആനപ്പിണ്ടമൊക്കെ കാണുന്നുണ്ട്. കുറേ പേര് കയറിയിട്ടുണ്ട്. ആ ടവറിനവിടെ കണ്ടില്ല, ടവർ കണ്ടില്ല, അവിടെയാണോ എത്തേണ്ടത്. നമ്മൾ ഇനി കാണുന്നത് കാണുന്ന മലയുടെ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഏകദേശം ഇനിയൊരു 4 കിലോമീറ്ററോളം ഉണ്ട് എന്നാണ് തോന്നുന്നത് കാണുമ്പോൾ. അതാ അവിടെ ഒരു ടവർ കണ്ടില്ലേ മേലെ? അതാണ് വാച്ച് ടവറാണത്. നോക്ക്, അതിന് മേലെ ആൾക്കാർ നടന്നു പോകുന്ന കണ്ടില്ലേ? അറ്റത്താണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. അവിടെയാണ് അമ്പലം തോന്നുന്നു. ഒരു അടിപൊളി വ്യൂ നോക്കി,
ഫുള്ള് കോടയിൽ ഒരു 7 മണിക്കൊക്കെ വന്നാണെങ്കിൽ അടിപൊളിയായിരിക്കും ശരിക്കും. സൂര്യന്റെ പ്രകാശം ഇല്ലേ അവിടെ നിന്ന് അടിക്കുന്നതുകൊണ്ടാണ് ക്യാമറ സുഖമില്ലാത്തത്. പൊടിയില്ലാത്ത ഏരിയ ആയതുകൊണ്ട് ഇവിടെ കുറേ പേര് റെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. വണ്ടികൾ കയറുന്ന സമയത്ത് ഫുള്ള് പൊടിയാണ്. നമ്മൾ ആ കാണുന്ന മലയില്ലേ, ആ മലയുടെ മുകളിൽ നിന്നും കുറേ ആൾക്കാർ വരുന്നതെന്ന് കേട്ടോ. അവർ തേനി ഭാഗത്തു നിന്ന് വരുന്നവരാണെന്നാണ് തോന്നുന്നത്. ആ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ നമുക്കൊരു 7 കിലോമീറ്റർ നടന്നാൽ മതി. ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 10-11 കിലോമീറ്ററിന് മുകളിലായിട്ടുണ്ട്. നമ്മൾ വന്നത് ഇതാ ആ മലയുടെ സൈഡിൽ നിന്നാണ്. കണ്ടില്ലേ താഴെ ജീപ്പ് പോകുന്നുണ്ടല്ലേ. പക്ഷെ ഒട്ടുക്കത്തെ വ്യൂ ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമുക്ക് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഇത്രയും നല്ല അടിപൊളി ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത്, അതും ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നത് ഈ ഒരു ദിവസം മാത്രമാണ്. പൊളി വ്യൂ. ആ ഭാഗത്തൊക്കെ നല്ല കോടയുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വരുമ്പോൾ. ഇപ്പോൾ കയറിയപ്പോൾ കുറച്ച് വെയിലായി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കയറിപ്പോയി ഒരു ഏകദേശം ഒരു 2 കിലോമീറ്റർ കൂടി കയറി പോകണം തോന്നുന്നു. നല്ല വെയിലാവാൻ തുടങ്ങി. ജീപ്പുകളൊക്കെ മേലെ ബ്ലോക്കായിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇവിടെ നിന്ന് ഇപ്പോൾ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. വളരെ ലിമിറ്റഡ് വണ്ടികൾ മാത്രമേ കടത്തി വിടുന്നുള്ളൂ. ഇതുവരെ വന്നിട്ടുണ്ട്. ഗൈസ് നോക്കിയേ, ഇവിടെ നിന്ന് അടിപൊളി വ്യൂ ആണ് കേട്ടോ. സംഭവം പൊളി വ്യൂ ആണ്. ഇതാ നമ്മൾ ആ തേനി ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ഇതാ അവരെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അടുത്തെത്തിയപ്പോഴേക്കും നമുക്ക് ഒരുപാട് നല്ല അടുത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരു നല്ല നീണ്ട ക്യൂ ആണ് അവിടെ നിന്നും വരുന്നത്. പക്ഷേ അവിടെ ഒരു അമ്പലം ഉണ്ടോ എന്നൊക്കെ തോന്നുന്നുണ്ട്. കാരണം അവിടെ കുറേ ആൾക്കാരൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വ്യൂ പോയിൻ്റ് ആയതുകൊണ്ട് നിൽക്കുകയാണെന്നുള്ളത് അറിയില്ല. ഇവിടെ നിന്നും കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിന് അങ്ങോട്ട് കയറും തോറും ഇനി ക്യൂ കൂടും. അമ്പലത്തിലേക്കുള്ള ദർശനത്തിനുള്ള ക്യൂ ഭയങ്കര കൂടുതലാവും. നോക്കി ജീപ്പുകൾ വരുന്നു. നോക്കിയ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. നമുക്ക് ആ ഒരു വാച്ച് ടവർ കാണുന്നില്ലേ, നമുക്ക് ആ വാച്ച് ടവറിനോടൊക്കെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് നോക്കി വ്യൂ നോക്കി. ഗോഡ്, ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും കത്തിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ആ അറ്റത്തായിട്ട് നമുക്ക് കാണുന്നത് തേനി കമ്പം, ആ ഭാഗങ്ങളാണ് നമുക്ക് കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഇനിയും കുറച്ചും കൂടി നമുക്ക് കാണണമെങ്കിൽ അമ്പലത്തിൻ്റെ സൈഡ് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല വ്യൂ കിട്ടും. നമുക്ക് അങ്ങോട്ട് പോവാം. ഒരു പച്ചപ്പായി കാണുന്നതും കത്തിച്ച ശേഷം കാണുന്നതും തമ്മിൽ ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ. ഒരു മുട്ടക്കുന്ന് പോലെ നമുക്കിപ്പോൾ കാണുന്നത്. ഈ സൈഡിലൊക്കെ ആയിട്ട് ഫുള്ള് ജീപ്പുകൾ, ഓഫ് റോഡ് ടൈപ്പ് ജീപ്പുകളില്ലേ, ഫുള്ള് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവർ പ്രൈവറ്റ് വണ്ടികളാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവരെ തിരിച്ച് റിട്ടേൺ കൊണ്ടുപോകാനായിട്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ടാക്സി വണ്ടികളാണെങ്കിൽ ഇപ്പോൾ താഴെ പോയിട്ടുണ്ടാവും. എന്നിട്ട് അവർ വീണ്ടും അവിടെ നിന്ന് ആൾക്കാരെ എടുത്തിട്ട് വരും. ഇതെല്ലാം പ്രൈവറ്റ് വണ്ടികളാണ്. ഓക്കെ, ഈ ഫൈബറിലെല്ലാം ഫുള്ള് ജീപ്പുകളാണ്. നമ്മളപ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ. ഇനി ഏകദേശം ഒരു 10-500 മീറ്റർ ഉണ്ടാവും. ആ വാച്ച് ടവറിൻ്റെ കുറച്ച് സൈഡിലായിട്ടാണെന്നാണ് പറഞ്ഞത്. നമ്മളിത് വാച്ച് ടവർ എത്തി. വാച്ച് ടവറിന് മേലെ കയറാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. അമ്മേ, ഇതാണ് വാച്ച് ടവർ. ഇതിന് സൈഡിലാണെന്നാണ് പറഞ്ഞത് അമ്പലം. നോക്കാം നമുക്ക്. ഇവിടെ തമിഴ്നാടിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും മെഡിക്കൽ ടീമുകളൊക്കെ ഉണ്ട് കേട്ടോ. ആംബുലൻസും ഒക്കെ നിൽക്കുന്നുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് കുറച്ചും കൂടി അങ്ങോട്ട് ഇറങ്ങിപ്പോകണം. അങ്ങോട്ട് ഇറങ്ങിപ്പോയി അവിടെ ക്യൂ നിൽക്കണം കേട്ടോ. അവിടെ ക്യൂ നിന്നാലേ അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. നോക്കട്ടെ ക്യൂ എത്ര ദൂരം ഉണ്ടെന്ന് നോക്കട്ടെ. അതിനുശേഷം ക്യൂ ഇല്ലെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ നേരെ പുറത്തുനിന്ന് തൊഴുതിട്ട് വരാനാണ് പ്ലാൻ കേട്ടോ. നമ്മളിപ്പോൾ കാണുന്നത് നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് കേട്ടോ. അതായത് ഇതാണ് അമ്പലം. ആ ഒരു മരം കാണുന്നില്ല, ആ മരത്തിൻ്റെ താഴെയായിട്ടാണ് കേട്ടോ അമ്പലം കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ കാണുന്നത് നമ്മൾ കമ്പം തേനിയുടെ വ്യൂ ആണ് കേട്ടോ. നമ്മൾ കാണുന്നത് കുറേ നെൽപ്പാടങ്ങളൊക്കെ കാണുന്നുണ്ട്, കുറച്ച് നെൽപ്പാടങ്ങളൊക്കെ കാണുന്നുണ്ട്, പിന്നെ കുറേ വീടുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ കുറച്ച് കോട ഇറങ്ങിയതുകൊണ്ട് അറിയുന്നില്ല കറക്റ്റായിട്ടത്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് തന്നെ അന്നദാനം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇവിടെ അന്നദാനം, വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്.
ഇതൊക്കെ പഴയ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇത് ഒക്കെ ഇടിഞ്ഞു പോയതാണാവാനാണ് ചാൻസ് ഉള്ളത്. ഉണ്ടല്ലേ ഒരു ഇപ്പോഴും എല്ലാ അമ്പലത്തിൻ്റെയും ഇതിനകത്ത് തന്നെ ഒരു 4-5 അമ്പലങ്ങൾ പോലെ ഉണ്ട്. ഇവിടെ ഇതാ ഉണ്ടല്ലേ പഴയ അമ്പലത്തിൻ്റെയാണ്. ഒരു ആനയുടെ ഇതുപോലെ ഉണ്ട് കേട്ടോ. മുമ്പ് ഇത് എൻട്രൻസ് ആവാനാ ചാൻസ്. ഉണ്ട് എല്ലാം പഴയ കൊത്തുപണികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കി ഇതൊക്കെ പഴയ കൊത്തുപണികളാണ്. ഇത് പഴയൊരു ക്ഷേത്രമാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഇത് എന്താണ്, ഏത് ലാംഗ്വേജിലാണെന്നുള്ളത് അറിയുന്നില്ല. ഇതാണ് കേട്ടോ ഇതിനകത്തേക്കുള്ള എൻട്രൻസ് പറയുന്നത് ഇതാണ്. ഇവിടെ ഈ ക്യൂ നിന്നതിന് ശേഷമാണ് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. വലിയ ക്യൂ ആണ്, ഇതിങ്ങനെ നീണ്ടു വരുന്ന ക്യൂ ആണ്. എന്നിട്ടാണ് നമ്മളങ്ങനെ അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ അമ്പലത്തിനകത്ത് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഗണപതിയുടെ വിഗ്രഹം കാണാൻ പറ്റും. ഇത് നമ്മുടെ കേരളത്തെ മലയാളികൾ പൂജ കഴിക്കുന്ന മംഗളാദേവിയുടെയും അത് കണ്ണകി ദേവിയുടെയും, തമിഴ്നാടുകാർ പൂജ കഴിക്കുന്ന കണ്ണകി ദേവിയുടെയും വിഗ്രഹമാണ് നമുക്കുള്ളത്. അങ്ങനെ ആൾക്കാർക്ക് അങ്ങനെ വ്യത്യാസമൊന്നും ഇവിടെ കാണുന്നില്ല കേട്ടോ. ഇത് കണ്ണകി ദേവിയാണ് അത് മംഗളാദേവിയാണെന്നുള്ള വ്യത്യാസമൊന്നും കാണുന്നില്ല. പക്ഷേ എല്ലാവിടെയും നമുക്ക് പോവാം. പിന്നെ എന്താണ്, ഒരുപാട് നേരത്തെ ക്യൂ നിന്ന് വേണം പോകാനായിട്ട് പറയാൻ. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കേ, നമുക്ക് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. സൈഡിൽ നിന്ന് നമുക്ക് ആ ഭാഗത്തായിട്ട് ഒരു നദി കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് നദി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചരിത്രവും ഐതിഹ്യവും ഒന്നുചേരുന്ന മനോഹരമായ കാഴ്ചകളാണ് മംഗളാദേവി ഒരുക്കി വെച്ചിരിക്കുന്നത്. 2 പ്രവേശന കവാടങ്ങളാണ് ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുവാനായിട്ടുള്ളത്. അതിൽ ഒന്ന് പ്രവർത്തനശൂന്യമാണ്. ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലുകളും പടവുകളും കൂറ്റൻ കല്ലുകൾ അടുക്കി വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓഫ് റോഡ് വണ്ടികൾ പോലും കടന്നു വരാൻ പ്രയാസപ്പെടുന്ന സമയത്ത് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ കൂറ്റൻ കല്ലുകൾ ഈ മലമുകളിൽ എങ്ങനെ എത്തിച്ചു എന്നത് നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അകത്ത് പ്രവേശിച്ചാൽ കരിങ്കല്ലിൽ നിർമ്മിച്ച 4 ശ്രീകോവിലുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ 2 എണ്ണത്തിൽ മാത്രമാണ് പൂജ നടക്കുന്നത്. ഒരെണ്ണത്തിൽ മംഗളാദേവിയും വേറൊന്നിൽ കണ്ണകി ദേവിയുമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഗണപതി, അങ്കാളേശ്വരി, കറുപ്പസ്വാമി എന്നീ പ്രതിഷ്ഠകളുമുണ്ട്. ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്നും മധുരയിലേക്ക് നീളുന്ന ഒരു തുരങ്കപാതയുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ഇവിടെ പൊങ്കൽ കഴിക്കുകയാണ് കേട്ടോ. അവർ പൊങ്കൽ ആയിട്ടുള്ള അരിയും ഇതൊക്കെ വെച്ചിരിക്കുകയാണ്. ഇവിടെ കുറേ ആൾക്കാർ ഇനി പൊങ്കൽ കഴിക്കും. പൊങ്കലൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇവിടുന്ന് പോകത്തുള്ളൂ. ഇവിടെ പ്രസാദം കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊങ്കലിൻ്റെ പ്രസാദം കൊടുക്കുന്നുണ്ട്. അമ്പലമൊന്നും എടുക്കാനേ പാടില്ല. ഇത് കണ്ണകിക്ക് ശിവൻ ദർശനം കൊടുത്ത സ്ഥലം എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇതിനകത്തുള്ള ഇതിന് താഴെയായിട്ടൊരു ചെറിയൊരു കുളം പോലെ ഉണ്ട് കേട്ടോ. പക്ഷെ അവിടെ ഫുള്ള് പോലീസ് നിൽക്കുന്നുണ്ട്, അലൗഡ് ചെയ്യുന്നില്ല അങ്ങോട്ട് പോകാനായിട്ട്. നോക്കി ഇവിടുന്ന് തേനിയുടെ വ്യൂ കണ്ട. കണ്ണകി ആരാണെന്നും അവർ ഇങ്ങോട്ട് വരാനുണ്ടായ സാഹചര്യം എന്താണെന്നും മനസ്സിലായാൽ മാത്രമാണ് ഇതിനൊരു പൂർണ്ണത ഉണ്ടാവത്തുള്ളൂ. തമിഴ് സാഹിത്യകൃതികളിൽ ഏറ്റവും പ്രശസ്തമായ ഒരു കൃതിയാണ് ചിലപ്പതികാരം. ചിലപ്പതികാരം എന്നാൽ ചിലമ്പിൻ്റെ കഥ എന്നാണ്. കണ്ണകിയുടെയും കോവലൻ്റെയും കഥ. വജ്രവ്യാപാരികളായ കോവലനും കണ്ണകിയും വിവാഹിതരാവുകയും വിവാഹ ജീവിതം ആരംഭിക്കുകയും ചെയ്തു. ആ സമയത്ത് കൊട്ടാരത്തിലെ നർത്തകിയും സുന്ദരിയുമായ മാധവിയിൽ കോവലൻ ആകർഷനാവുകയും തൻ്റെ സമ്പാദ്യം മുഴുവൻ മാധവിക്കായി ചിലവാക്കാൻ തീരുമാനിച്ചു. പതിയെ കോവലൻ മാധവിയുമായി താമസം ആരംഭിച്ചു. കോവലൻ്റെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുകയും തൻ്റെ തെറ്റു മനസ്സിലാക്കി വീണ്ടും കണ്ണകിയുടെ അടുത്ത് തന്നെ എത്തിച്ചേർന്നു. മടങ്ങി വന്ന കോവലൻ്റെ ആദരവോടുകൂടി തന്നെ കണ്ണകി സ്വീകരിച്ചു. കോവലൻ്റെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട് തന്ന കണ്ണകി തൻ്റെ രത്നങ്ങൾ നിറച്ച ചിലമ്പ് കോവലന് നൽകി. അങ്ങനെ ആ ചിലമ്പ് വിറ്റ് വ്യാപാരം തുടങ്ങുന്നതിനായി കോവലൻ ചിലമ്പുകളുമായി മധുരയിലേക്ക് ചെന്നു. മധുരയിൽ വെച്ച് തൻ്റെ പൊൻചിലമ്പ് ശ്രമിക്കുന്നതിനിടെ കോവലനെ രാജകൊട്ടാരത്തിലെ തട്ടാൻ ചതിച്ചു.
അയാൾ തട്ടിയെടുത്ത മഹാറാണിയുടെ ചിലമ്പിനോട് സാദൃശ്യം തോന്നുന്ന ചിലമ്പുകളായിരുന്നു കോവലൻ്റെ കയ്യിലുണ്ടായിരുന്നത്. എന്നാൽ ഈ രണ്ട് ചിലമ്പുകൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ഉള്ളത്. മഹാറാണിയുടെ ചിലമ്പിനകത്ത് മുത്തുക്കളും കർണകിയുടെ ചിലമ്പിനകത്ത് രത്നങ്ങളുമായിരുന്നു. പാണ്ഡ്യരാജാവായ നെടുഞ്ചേടൻ തട്ടാൻ പറഞ്ഞത് വിശ്വസിച്ച് കോവലൻ്റെ തല വെട്ടാൻ ഉത്തരവിടുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. ഇതറിഞ്ഞ് കോപാകുലിയായ കണ്ണകി രാജകൊട്ടാരത്തിലേക്ക് ചെല്ലുകയും തൻ്റെ പൊൻചിലമ്പ് വലിച്ചെറിഞ്ഞ് അതിനകത്ത് രത്നങ്ങളാണെന്നും തൻ്റെ ഭർത്താവ് തെറ്റുകാരനല്ലെന്നും തെളിയിച്ചു. എന്നിട്ടും കോപമടങ്ങാത്ത കണ്ണകി തൻ്റെ മാറിടം മുറിച്ചെടുത്ത് മധുരയിലെ ജനങ്ങളുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞ് മധുര കത്തിച്ചാമ്പലാകാൻ ശാപമിട്ടതിനു ശേഷമാണ് അവിടുന്ന് നടന്നു ചെന്ന് ഒരു വേങ്ങമരത്തിന് മുമ്പിലിരുന്നെന്നും പിന്നീട് ആ സ്ഥലമാണ് കണ്ണകിയുടെ അമ്പലമായി മാറാനുണ്ടായ സാഹചര്യം എന്നാണ് പറയപ്പെടുന്നത്. എല്ലാവർക്കും നമ്മുടെ മംഗളാദേവിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.